നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എങ്ങനെയും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് വളഞ്ഞ വഴികൾ പലതും നോക്കുന്നത്. തുർക്കിയെ സമീപിച്ചു, തുർക്കിയെ കൃത്യമായി പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നും നടക്കുന്നില്ല. ഇറാൻ ഭരണാധികാരിയായിട്ടുള്ള മൊജ്തബ ഖമേനി ആയത്തുള്ള അൽ ഖമേനിയേക്കാൾ അപകടകാരിയാണെന്ന് ട്രംപ് വിചാരിച്ചതേയില്ല. അതായത് പിതാവിനെ തീർത്താൽ മകൻ കെട്ടടങ്ങിക്കോളും, മകൻ വാലും ചുരുട്ടി മിണ്ടാതിരിക്കും. ഇറാനിൽ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവിടുത്തെ എണ്ണയും അവിടുത്തെ സമ്പാദ്യങ്ങളും അവിടുത്തെ നാച്ചുറൽ റിസോഴ്സും എല്ലാം കൊള്ളയടിക്കാം, പ്ലണ്ടർ ചെയ്യാമെന്ന അമേരിക്കൻ ബിസിനസ് മാഗ്നറ്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ വിചാരങ്ങൾ പരിപൂർണമായ അസ്ഥാനത്തായിരിക്കുകയാണ്. റഷ്യ പറഞ്ഞു, കൃത്യമായും പറഞ്ഞിരിക്കുന്നു, ഇറാൻ്റെ ഒരു നാച്ചുറൽ റിസോഴ്സും, എണ്ണയായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് എർത്ത് മിനറൽസ് ആയിക്കോട്ടെ, ഒന്നും തന്നെ കൊള്ളയടിക്കാൻ തങ്ങൾ ഒരു കാലത്തും സമ്മതിക്കുകയില്ല. നിരുപാധിക പിന്തുണയാണ് റഷ്യൻ എംബസി പരിപൂർണമായി ഇറാന് നൽകിയിരിക്കുന്നത്. ആ റഷ്യൻ എംബസി ആക്രമിച്ചതിന് അമേരിക്കയ്ക്ക് കാത്തിരിക്കുന്നത്, ഇസ്രയേലിന് കാത്തിരിക്കുന്നത് വലിയ വിപത്ത് തന്നെയായിരിക്കുമെന്ന് റഷ്യ മുൻകൂട്ടി പറയുന്നു. വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത് ട്രംപിൻ്റെ ഒരു കളിയും നടക്കില്ല. അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് പുടിനുമായിട്ടുള്ള സംസാരം പുടിൻ ട്രംപിനെ കണ്ടം വഴി ഓടിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് വ്യക്തം. അതായത് ഒരു കാരണവശാലും റഷ്യയുടെ നിലപാടുകൾക്ക് വെള്ളം ചേർക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇറാൻ്റെ ഇപ്പോഴത്തെ കുതിച്ചു കയറ്റം, ഇറാൻ്റെ കപ്പലുകളെ തകർത്തുകൊണ്ട് അമേരിക്ക ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ അതിനെല്ലാം തക്ക ശിക്ഷ പടിപടിയായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇസ്ഫഹാനിലും ഫോർദോയിലും ഒക്കെയുള്ള റഷ്യയുടെ സംരക്ഷണ കവചങ്ങളെ ഭേദിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ ചെറുതല്ലാത്ത രീതിയിൽ തന്നെയാണ്. എന്നാൽ പരിപൂർണമായി ഇറാൻ തിരിച്ചു ചെയ്യുന്ന എന്താണ്? അമേരിക്കയുടെ വിശ്വാസ്യത എല്ലാ രീതിയിലും തകർക്കുന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളെയും അവിടുത്തെ പ്രധാന നഗരങ്ങളെയും ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു. അതോടെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരെ തിരിയുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഒരു കളിയും ഇനി നടക്കില്ല. റഷ്യയും ചൈനയും സമാന്തരമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് തുടങ്ങുന്നത്. ബ്രിക്സ് കറൻസി സമാന്തരമായി ഇറക്കിയാൽ അമേരിക്കൻ ഡോളർ തകർന്നടിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സൗദി ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, അവരുടെ എണ്ണ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര വിനിമയം ഡോളറിലാണ് നടത്തുന്നതെങ്കിൽ ആ ഡോളറിൽ ഇനി മുതൽ നടത്തേണ്ട റഷ്യൻ റൂബിളിലോ ചൈനയുടെ ഔദ്യോഗിക കറൻസിയിലോ ഒക്കെ നടത്തുന്ന രീതിയിലുള്ള ഔദ്യോഗിക ബ്രിക്സ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ വൈകാതെ തന്നെ വരും. അതിനുവേണ്ടിയുള്ള നീക്കം ചൈന പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയോടും പറഞ്ഞിരിക്കുന്നതാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രിയായ വാങ്ങിയും പറഞ്ഞിരിക്കുന്നത് സമാന്തരമായ നീക്കം നടത്തിയേ മതിയാവുകയുള്ളൂ. ലോകരാജ്യങ്ങൾ ഉണർന്നു തന്നെ പ്രവർത്തിക്കണം. മിഡിൽ ഈസ്റ്റിൽ, ഏഷ്യൻ ഭൂപടത്തിൽ ഇനി അമേരിക്കയുടെ ഒരു ഇൻ്റർഫിയറൻസും വേണ്ട, ഒരു കളിയും വേണ്ട. മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അമേരിക്കയോട് കടുത്ത ഭാഷയിൽ റഷ്യ പറഞ്ഞിരിക്കുകയാണ്.